മാസ്റ്റർ ജികെയുടെ ലേൺ തമിഴ് എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് തമിഴിലുള്ള വ്യഞ്ജനാക്ഷരങ്ങളാണ്. തമിഴിലെ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ തമിഴിൽ അതിനെ ഉയിർമെയ് എഴുത്തുകൾ എന്നാണ് പറയുക. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ക. ക എന്നുള്ളത് തമിഴിലേക്ക് എഴുതുമ്പോൾ ക. ഒന്നുകൂടെ എഴുതാം. ക. തമിഴിലേക്ക് എഴുതുമ്പോൾ ക. ക. തമിഴിലേക്ക് എഴുതുമ്പോൾ ക. ഇങ്ങനെയാണ് തമിഴിൽ ക എന്ന് എഴുതേണ്ടത്. അടുത്തത് ങ. തമിഴിലേക്ക് എഴുതുമ്പോൾ ങ. ഒന്നുകൂടെ എഴുതാം. ങ. തമിഴിലേക്ക് എഴുതുമ്പോൾ ങ. 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 ഇങ്ങനെയാണ് തമിഴിൽ ങ എന്ന് എഴുതേണ്ടത്. അടുത്തത് ച. തമിഴിലേക്ക് എഴുതുമ്പോൾ ച. ച. തമിഴിൽ എഴുതുമ്പോൾ ച. ച. തമിഴിലേക്ക് എഴുതുമ്പോൾ ച. ഇങ്ങനെയാണ് തമിഴിൽ ച എന്ന് എഴുതേണ്ടത്. അടുത്തത് ഞ. തമിഴിലേക്ക് എഴുതുമ്പോൾ ഞ. ഞ. തമിഴിലേക്ക് എഴുതുമ്പോൾ ഞ. ഒന്നുകൂടെ എഴുതാം. ഞ. തമിഴിലേക്ക് എഴുതുമ്പോൾ ഞ. ഇങ്ങനെയാണ് തമിഴിൽ ഞ എന്ന് എഴുതേണ്ടത്. അടുത്തത് ട. തമിഴിലേക്ക് എഴുതുമ്പോൾ ട. 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 തമിഴിലേക്ക് എഴുതുമ്പോൾ ട. ഇങ്ങനെയാണ് തമിഴിൽ ട എന്ന് എഴുതേണ്ടത്. അടുത്തത് ന. തമിഴിലേക്ക് എഴുതുമ്പോൾ ന. ഒന്നുകൂടെ എഴുതാം. ന. തമിഴിലേക്ക് എഴുതുമ്പോൾ ന. ന. തമിഴിലേക്ക് എഴുതുമ്പോൾ ന. തമിഴിൽ ഇങ്ങനെയാണ് ന എന്ന് എഴുതേണ്ടത്. അടുത്തത് ത. തമിഴിലേക്ക് എഴുതുമ്പോൾ ത. ത. തമിഴിലേക്ക് എഴുതുമ്പോൾ ത. 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 ഇങ്ങനെയാണ് തമിഴിൽ ത എന്ന് എഴുതേണ്ടത്. അടുത്തത് ന. തമിഴിലേക്ക് എഴുതുമ്പോൾ ന. 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 തമിഴിൽ ന എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് പ. പ വളരെ ഈസിയാണ് എഴുതാൻ. ഇത്ര ഇട്ട് കഴിഞ്ഞാൽ പ എന്നായി. പ. പ. പ
പ. ഇങ്ങനെയാണ് തമിഴിൽ പ എന്ന് എഴുതേണ്ടത്. അടുത്തത് മ. തമിഴിലേക്ക് എഴുതുമ്പോൾ മ. 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 ഒന്നുകൂടെ എഴുതാം. മ. മ. ഇങ്ങനെയാണ് തമിഴിൽ മ എന്ന് എഴുതേണ്ടത്. യ. തമിഴിലേക്ക് എഴുതുമ്പോൾ യ. ഒന്നുകൂടെ എഴുതാം. യ. തമിഴിലേക്ക് എഴുതുമ്പോൾ യ. 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 ഇങ്ങനെയാണ് തമിഴിൽ യ എന്ന് എഴുതേണ്ടത്. അടുത്തത് ര. തമിഴിലേക്ക് എഴുതുമ്പോൾ ര. 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 ഒന്നുകൂടെ എഴുതാം. ര. ര. തമിഴിൽ ര എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് ല. തമിഴിലേക്ക് എഴുതുമ്പോൾ ല. ഇങ്ങനെയാണ് തമിഴിൽ ല എന്ന് എഴുതേണ്ടത്. ല. 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 തമിഴിൽ ല എന്ന് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് വ. തമിഴിലേക്ക് എഴുതുമ്പോൾ മലയാളത്തിൽ ഖ എഴുതുന്ന പോലെയാണ്. വ. 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 ഇങ്ങനെയാണ് തമിഴിൽ വ എന്ന് എഴുതേണ്ടത്. അടുത്തത് ഴ. തമിഴിലേക്ക് എഴുതുമ്പോൾ നമ്മൾ ആദ്യം മ എഴുതിയ പോലെ എഴുതിയതിന് ശേഷം ഇങ്ങനെ കൊണ്ടുവന്നു ദെൻ ഇങ്ങനെ മടക്കണം. ഴ. 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 ഇങ്ങനെയാണ് തമിഴിൽ ഴ എന്ന് എഴുതേണ്ടത്. അടുത്തത് ള. തമിഴിലേക്ക് എഴുതുമ്പോൾ ള. ള. തമിഴിലേക്ക് എഴുതുമ്പോൾ ള. ള. തമിഴിലേക്ക് എഴുതുമ്പോൾ ള. ഇങ്ങനെയാണ് തമിഴിൽ ള എന്ന് എഴുതേണ്ടത്. അടുത്തത് റ. തമിഴിലേക്ക് എഴുതുമ്പോൾ റ. 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 തമിഴിലേക്ക് എഴുതുമ്പോൾ റ. ഇങ്ങനെയാണ് തമിഴിൽ റ എന്ന് എഴുതേണ്ടത്. ന. 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 ഇങ്ങനെയാണ് തമിഴിൽ ന എന്ന് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എഴുതി നോക്കാം. ക. ങ. ച. ഞ. ട. ന. ത. ന. പ. മ.
യ ര ല വ ഴ ള റ ന ക ങ ച ഞ ട ന ത ന പ മ യ ര ല വ ഴ ള റ ന ക ങ ച ഞ ട ന ത ന പ മ യ ര ല വ ഴ ള റ ന. ഇങ്ങനെ 18 വ്യഞ്ജനാക്ഷരങ്ങളാണ് തമിഴിൽ ഉള്ളത്. അതായത് 18 ഉയിർമെയ് എഴുത്തുകൾ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് തമിഴിലുള്ള 18 വ്യഞ്ജനാക്ഷരങ്ങളാണ്. ഈ വ്യഞ്ജനാക്ഷരങ്ങളെ തമിഴിൽ പറയുന്ന പേരാണ് ഉയിർമെയ് എഴുത്തുകൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നിങ്ങളും ഇത് എഴുതി പരിശീലിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല ക്ലാസ്സുകളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ഇജാസ് അഹമ്മദ് സൈനിങ് ഔട്ട്.